എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഹൈദർബായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഇടിയുടെ വിഷ്വൽസ് CCTV ഫുട്ടേജിൽ കിട്ടിയത് പോലീസുകാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. ഞാനൊരു വാർത്ത തലേദിവസം വിപിനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തെറ്റാണ് എന്ന് ഹൈദർബായി കൃത്യമായി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ? പിന്നില്ല, അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയം വരുമോ? വിദ്യാഭ്യാസം ഒരാൾക്ക് വിവരമോ പ്രായം പാകതയൊന്നും നൽകില്ല. പ്രായം അല്പമെങ്കിലും പാകത തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് വരുമായിരുന്നു ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഉണ്ണിമുകുന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ, സാമൂഹ്യ സാമ്പ്രദായിക ഭേദം കൂടാതെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നമ്മുടെ സമൂഹത്തോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ള എല്ലാ വർത്തമാനങ്ങളും മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ കഴിഞ്ഞ അത്രയും കാര്യങ്ങൾ പോങ്ങൻ ഇതിനോടകം ഇപ്പോൾ കേട്ടു. കഴിഞ്ഞ ദിവസം കേട്ടില്ല, ഇപ്പോൾ മുഴുവനായിട്ട് കേട്ടു. ഉണ്ണിമുകുന്ദൻ സംസാരിച്ചത് അത്രയും കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഉണ്ണിക്ക് എതിരെ എന്ന് തോന്നുന്ന, ഉണ്ണി മുകുന്ദന് എതിരായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു വലിയ പരാജയമാണ്. തെറ്റായിരുന്നു അത്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന വിശ്വാസം, ബോധ്യം എൻ്റെ ഉള്ളിൽ തരുന്ന നിലയിൽ അത്രയും സത്യസന്ധമായിട്ടാണ് ഉണ്ണി മുകുന്ദൻ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് സംസാരിച്ചത്. എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പിച്ചു. കാരണം അത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഉണ്ണി മുകുന്ദൻ സംസാരിച്ചത്. അതിൽ കൗശലമുണ്ടായിരുന്നില്ല, കപടതയുണ്ടായിരുന്നില്ല, കാലുഷ്യമുണ്ടായിരുന്നില്ല, സങ്കടമുണ്ടായിരുന്നു, നിസ്സഹായതയുണ്ടായിരുന്നു. നേരെ വാ നേരെ പോ എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ ചില വേവലാതികൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ബോധ്യം എനിക്ക് നൽകാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് സാധിച്ചു. കൗശലവും കാപട്യവും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇനി പരസ്യമായി ഇരുന്നു കൊണ്ടൊരു സംസാരം പോകേണ്ട ഭാഗത്തുനിന്ന് സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഉറപ്പ് ഞാൻ ക്ഷമാപണത്തോടു കൂടി നൽകുകയാണ്. തെറ്റുപറ്റിപ്പോയി. ആദ്യ ചിത്രമായിട്ടുള്ള മേപ്പടിയാനിൽ സേവാഭാരതിയുടെ ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടതോടെ ഈ സുടുഭൂമി ഉണ്ണി മുകുന്ദനെ തീർത്തും സമാജം സ്റ്റാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിൽ SDPIയുടെ ആംബുലൻസ് അഭിനയിച്ചത് അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ പറയുന്ന ഒരു കാര്യം കേട്ടപ്പോൾ കൂടുതൽ എൻ്റെ കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കണ്ണു നിറഞ്ഞു. കാരണം ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് അതുകൊണ്ട് പോലും അദ്ദേഹത്തിന് പലതരത്തിലുള്ള തിരിച്ചടികളും പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സൂചന, അങ്ങനെ ഒരു ധ്വനിപ്പ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നത് തന്നെ നമ്മുടെ ഈ സമൂഹത്തിന് നാണക്കേടാണ്. അത് വലിയ പോരായ്മയാണ്. അത് നാണക്കേടായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു ബുദ്ധി എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം സങ്കടത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നു കൊണ്ട് ഇത് സംസാരിക്കേണ്ടി വരുന്നത്. അങ്ങനെയൊന്നും നമ്മൾ പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു ആ മനുഷ്യനെ കൊണ്ട്. കാരണം ഗുജറാത്തിലാണെങ്കിൽ എന്ത്, അദ്ദേഹം എന്ത് വിശ്വാസിയായാൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ഒരാളായാൽ തീർച്ചയായിട്ടും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതല്ലേ, അല്ലേ? എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിന് അത് സാധിക്കുന്നില്ല. പ്രബുദ്ധതയുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് സാധിക്കുന്നില്ല. മതേതര ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് സാധിക്കുന്നില്ല. പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ഭാവവും ഉണ്ടെന്ന് നടിക്കുന്ന ഒരു സമൂഹത്തിന് അത് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. ചാണകത്തലയർന്ന് വിളിക്കുന്ന അതല്ലെങ്കിൽ അങ്ങേയറ്റം കെട്ട മനുഷ്യർന്ന് ഈ പറയുന്ന പ്രബുദ്ധ സമൂഹം അവതരിപ്പിക്കുന്ന സംഖ്യകൾ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? വിയോജിപ്പുകൾ അവർ രേഖപ്പെടുത്താറുണ്ടാവും. പക്ഷെ ഒരിക്കലും ഇത്രത്തോളം തരം താണ രീതിയിൽ അയിത്തം കൽപ്പിച്ചുകൊണ്ട് അയിത്ത ബുദ്ധിയോടുകൂടി ഒരു മനുഷ്യനെ സമീപിക്കുക. ഗുജറാത്തിൽ നിന്ന് വന്നവനാണ്, ഭക്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നവനാണ്, ഹൈന്ദവ വിശ്വാസം മറകൂടാതെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സംഖ്യയാക്കുന്നു, ആ മനുഷ്യനെ മതേതര വിരുദ്ധനാക്കുന്നു, അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്നു. എന്ത് കഷ്ടമാണ്! അതിൻ്റെ വേവലാതിയല്ലേ ആ മനുഷ്യൻ പങ്കിട്ടത്? ഇതിൻ്റെ മറുവശമാണ് പോകാൻ അദ്ദേഹത്തോടുള്ള ഒരു വിരുദ്ധത പോലെ പറഞ്ഞതെന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്ക് സ്നേഹമുള്ള മനുഷ്യർ പരാജയപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് സ്നേഹമുള്ള മനുഷ്യർക്ക് വേണ്ടത്ര നീതി ലഭിക്കാതെ പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരുതരം കാലുഷ്യം തോന്നും, അല്ലേ?
അങ്ങനെയുള്ള ഒരു തോന്നലിൻ്റെ പുറത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതുപോലെ പറഞ്ഞത്. സംഘികൾ ഇദ്ദേഹത്തെ ഏറ്റെടുക്കരുതേ എന്ന് പറഞ്ഞതിൻ്റെ മറുവശമാണ് സംഘികളെ തന്നെ പഴിച്ചുകൊണ്ട് ഒരു വിമർശനത്തോടുകൂടി ഞാനത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കേണ്ടത് സംഘികളുടെ ബാധ്യതയോ ഹിന്ദുക്കളുടെ ബാധ്യതയോ ഒന്നുമല്ല. കാരണം ആ സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ അത് മലയാള പ്രേക്ഷക സമൂഹം തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഏതെങ്കിലും ഒരു നടനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ പേരിൽ അടയാളപ്പെടുത്തണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അയാൾ സംഘിയാണ്, അയാൾ ഹിന്ദുവാണ്, അയാൾ ഭക്തനാണ്, അയാൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സമൂഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കാനുള്ള ബാധ്യത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യം ഉള്ളിൽ വന്നപ്പോൾ അതിനോടുള്ള നീരസം കൊണ്ടാണ് ഞാൻ ഉണ്ണിക്കെതിരെ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഏറ്റെടുക്കരുത്, ഏറ്റെടുക്കാതെ തന്നെ അദ്ദേഹത്തെ സംഘിയെന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും ആളുകളുള്ളപ്പോൾ സംഘികൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ അതിജീവനം പ്രയാസമാകുമെന്ന് പറയുന്ന ഒരു തോന്നലിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു ആത്മവിമർശനത്തോടുകൂടി ഒരു സ്വല്പം നീരസത്തോടുകൂടി ഞാൻ സംസാരിച്ചു പോയത്. പക്ഷേ ഇപ്പോൾ പറയുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇതുപോലൊരു അവസരം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം പോങ്ങൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് അത് സംഭവിക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒറ്റക്കെട്ടായി സംഘടിത ബുദ്ധിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സിനിമകളെ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ വേണ്ടുന്ന സംഘടിത ബുദ്ധി സംഘികളും കാണിക്കണം, ഹൈന്ദവരും കാണിക്കണം. ജാതി മതഭേദം കൂടാതെ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക സമൂഹവും ഉണ്ണിക്കൊപ്പം നിൽക്കണം. കാരണം ഉണ്ണി വർഗീയവാദിയല്ല, ഉണ്ണി ഒരു മോശപ്പെട്ട മനുഷ്യനല്ല, കൗശലമില്ലാത്തവനാണ്, കാപട്യമില്ലാത്തവനാണ്, നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ ആ 1 മണിക്കൂറോളം നീണ്ട അല്ലെങ്കിൽ 1.25 മണിക്കൂറോളം നീണ്ട ആ പത്രസമ്മേളനത്തിലൂടെ ആർക്കും അല്പം ചിന്താശേഷി മാത്രം വിനിയോഗിച്ചാൽ മതി, ആർക്കും അത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഉണ്ണിയെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ഒറ്റപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം നല്ല സിനിമകൾ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിച്ചു കൊടുക്കാൻ, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഹൈന്ദവത കൊണ്ടോ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഭക്തി നില കൊണ്ടോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ പരാജയപ്പെടുത്താൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കണമെന്ന് പറയുന്ന ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടി എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റ് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എതിരെയായിരുന്നില്ല ഞാൻ സംസാരിച്ചതെന്നും അതെൻ്റെ ഉള്ളിൽ എൻ്റെ മനോനിലയും ഒരല്പം വഷളായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ സംസാരത്തിനകത്തും വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് വർത്തമാനം പറഞ്ഞുപോയി. എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. ഉണ്ണി മുകുന്ദനെ വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ് പരസ്യമായി, അത് മാത്രവുമല്ല പരസ്യമായി തന്നെയാണല്ലോ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള സംസാരം നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിനകത്ത് വന്നിരിക്കുന്ന പിഴവ് പരസ്യമായി തന്നെയാണ് ഞാൻ പറയേണ്ടത്. ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാം. ഈ ഹൈദ്രോളി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ മനുഷ്യനെ സത്യസന്ധമായിട്ട് പറയാമല്ലോ, അദ്ദേഹമൊക്കെ മാധ്യമ പ്രവർത്തകനായിട്ട് ഇരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ദൈന്യതയാണ്. അങ്ങേയറ്റം നമ്മുടെ ജന്മം തന്നെ നാശമായി പോകാൻ കാരണമാകുന്ന ഒരു വൃത്തികെട്ട ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി നിൽക്കുന്നു, ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും പോങ്ങനി സംസാരം ഇവിടെ നിർത്തുന്നു. സ്നേഹം. ഉണ്ണി, നന്മകൾ, നല്ലത് മാത്രം വരട്ടെ. ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. തീർച്ചയായിട്ടും